ആക്ച്വലി നമ്മൾ വീട് പണിയുമ്പോൾ ഫസ്റ്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹോം തിയേറ്റർ വേണം എന്നുള്ളത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാരണമുണ്ട്. അതിലൊരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു അത് ഒരു നല്ലൊരു, ആക്ച്വലി നമ്മളൊരു വേൾഡ് കപ്പൊക്കെ കണ്ടിട്ടപ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയി തോന്നിയിരുന്നു. അപ്പോൾ അത് ഒരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് സിനിമയ്ക്ക് പോവുക, അതൊക്കെ ടൈമൊക്കെ ഫിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എപ്പോഴും നടന്നൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിലൊരു തിയേറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ടൈമിന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ പിന്നെ മക്കൾക്കാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും നമ്മൾ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു തിയേറ്റർ വീട്ടിലുണ്ടാകുമ്പോൾ കുറച്ചും കൂടി എല്ലാവരും സിനിമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു തിയേറ്ററിലേക്ക് എത്തിയത്. ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും BM ഹോം സിനിമാസിൻ്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ കുന്നത്തങ്ങാടിയിലാണ്. കുന്നത്തങ്ങാടിയിൽ നിജിത്ത് ബ്രോയുടെ വീട്ടിലാണ് നമുക്കുള്ളത്. ഇവിടെ ഓൾറെഡി നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 7.1.2 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷനിലാണ് നമ്മൾ ഈ തിയേറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഹോം തിയേറ്റർ വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി BM ഹോം സിനിമാസിൻ്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തിയേറ്ററിന്റെ ഡയമെൻഷൻ നോക്കാം. അപ്പോൾ ഒരു 22 അടി നീളവും അതുപോലെ തന്നെ 13 അടി വീതിയും വരുന്ന ഒരു റൂം സൈസിലാണ് നമ്മൾ ഈ തിയേറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 7.1.2 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷൻ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി നമ്മളൊരു 9 ചാനൽ AVR, അത് ഓങ്കിയോ ബ്രാൻഡിൽ വരുന്ന 7100 എന്ന് പറഞ്ഞിട്ടുള്ള
ഓങ്കിയോ ബ്രാൻഡിൽ വരുന്ന AVR ആണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്പീക്കർ പാക്കേജിലേക്ക് നോക്കുകയാണെങ്കിൽ പോൾക്കിൻ്റെ തന്നെ എലൈറ്റ് സിഗ്നേച്ചർ സീരീസിലുള്ള സ്പീക്കേഴ്സാണ് നമ്മൾ ഈ ഒരു പാക്കേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ES55 എന്ന് പറഞ്ഞിട്ടുള്ള 2 ടവറും ES30 എന്നുള്ള സെൻറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ എല്ലാം കൺസീൽ ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു മീഡിയ പ്ലെയറിലേക്ക് വരികയാണെങ്കിൽ ആപ്പിൾ ടിവിയുടെ 4K സ്ട്രീമിംഗ് ഡിവൈസ് ആണ് നമ്മൾ മീഡിയ പ്ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത് സുവീര ബ്രാൻഡിൽ വരുന്ന ഒരു 133 ഇഞ്ചിൻ്റെ ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊജക്ടറിലേക്ക് വരികയാണെങ്കിൽ എപ്സൺ ബ്രാൻഡിൽ വരുന്ന 7100 എന്നുള്ള 4K UHD ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് തിയേറ്ററിൽ ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ പ്രൊജക്ടറിനും അതുപോലെ തന്നെ നമ്മുടെ AVRൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1KB 2 UPS ഫിംഗേഴ്സ് ബ്രാൻഡിൽ വരുന്ന 1KB 2 UPS നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സറൗണ്ടിങ് സ്പീക്കേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ സറൗണ്ടിങ് സ്പീക്കേഴ്സിലേക്ക് വരികയാണെങ്കിൽ പോൾക്ക് ബ്രാൻഡിൽ വരുന്ന RC85i എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവാൾവ് സ്പീക്കറാണ് നമ്മൾ സറൗണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പെയർ സറൗണ്ടിങ് സ്പീക്കേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറ്റ്മോസിലേക്ക് വരികയാണെങ്കിൽ RC60i എന്ന് പറഞ്ഞിട്ടുള്ള സീലിംഗ് സ്പീക്കറാണ് നമ്മൾ അറ്റ്മോസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പെയറിൽ ചെയ്ത് 4 ചാനലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി 2 ചാനലാണ് നമ്മൾ പെയറിൽ ചെയ്തിട്ട് 4 ചാനലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്വസ്റ്റിക് സൈഡിലേക്ക് വരികയാണെങ്കിൽ പെറ്റ് പാനൽ അക്വസ്റ്റിക് ആണ്. അതും 3 ലെയർ അക്വസ്റ്റിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു 3 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ സിംഗിൾ ലെയർ ആയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. വലിയ ഒരുപാട് ഡിസൈൻസ് ഒന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടും അല്ലെങ്കിൽ യൂണിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിലേക്ക് വരണമെങ്കിൽ റിബ്ബിഡ് കാർപ്പറ്റ്സ് ആണ് നമ്മൾ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതും ഒരു ആഷ് തീമിൽ വരുന്ന ഡാർക്ക് ആഷ് തീമിൽ വരുന്ന ഒരു റിബ്ബിഡ് കാർപ്പറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ നമ്മൾ ഏറ്റവും അതിൻ്റെ പോളിഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അക്വസ്റ്റിക്കിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സീലിംഗിൽ നമ്മൾ പറയാറുള്ളത് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ ഫാബ്രിക് സിസ്റ്റമാണ് നമ്മൾ സീലിംഗിൽ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ബ്ലാക്ക് തന്നെയാണ് സീലിംഗിൽ ഫുൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സീലിംഗിൽ നമ്മൾ ഗാലക്സിയും കൂടി ഒരു ഹാഫ് പോർഷൻ ഗാലക്സിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ള ചെയേഴ്സിലേക്ക് വരികയാണെങ്കിൽ 8 ചെയേഴ്സാണ് നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത്. കസ്റ്റമറിന് 8 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം 4 എണ്ണം മോട്ടറൈസറും അതുപോലെ തന്നെ സെയിം പാറ്റേണിൽ വരുന്ന 4 പുഷ് ബാക്ക് ചെയറുമാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് റോയിൽ നമ്മൾ 4 എണ്ണം മോട്ടറൈസർ റിക്ലൈനറും അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ സെയിം ഡിസൈനിൽ വരുന്ന പുഷ് ബാക്ക് ചെയേഴ്സാണ്. കാഴ്ചക്ക് നമുക്ക് റിക്ലൈനർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുഷ് ബാക്കാണ്. നല്ല കംഫർട്ടൊക്കെ ആയിട്ട് മിക്സിങ് കാണാൻ പറ്റുന്ന നല്ല ചെയേഴ്സാണ് ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വേറൊരു സെറ്റപ്പ് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബാറും കൂടി നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോർണറിലായിട്ടാണ് നമ്മൾ ബാർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഒരു ചെറിയൊരു ടേബിളും അതേപോലെ തന്നെ 3 ഷെൽഫ്സുമാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ബാർ സെറ്റപ്പ് എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ നിജിത് ബ്രോ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയോട് തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസും ഈ തിയേറ്ററിലേക്ക് വരാണ്ട ഒരു കാരണം അതുപോലെ തന്നെ നമ്മളെ BM ഹോം സിനിമാസിന് വർക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും പുള്ളിയോടൊന്ന് ചോദിച്ചു നോക്കാം. ആക്ച്വലി നമ്മൾ വീട് പണിയുമ്പോൾ ഫസ്റ്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹോം തിയേറ്റർ വേണം എന്നുള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കാരണമുണ്ട്. അതിൽ ഒരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിരുന്നത് ഒരു നല്ലൊരു ആക്ച്വലി നമ്മളൊരു വേൾഡ് കപ്പൊക്കെ കണ്ടിട്ടപ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയി തോന്നിയിരുന്നു. അപ്പോൾ അത് ഒരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് സിനിമയ്ക്ക് പോവുക അതൊക്കെ ടൈമൊക്കെ ഫിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എപ്പോഴും നടന്നൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിലൊരു തിയേറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ടൈമിന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ പിന്നെ മക്കൾക്കാണെങ്കിലും ഇപ്പോൾ എപ്പോഴും നമ്മൾ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു വരില്ല. അപ്പോൾ അവർക്കാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു തിയേറ്റർ വീട്ടിലുണ്ടാകുമ്പോൾ കുറച്ചും കൂടി എല്ലാവരും സിനിമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു തിയേറ്ററിലേക്ക് എത്തിയത്. അതാണ് നമ്മൾ ശരിക്കും ഒരു തിയേറ്ററിൽ പോയി കാണുന്നതും ഇവിടെയും തമ്മിലുള്ള ഒരു എന്താണ് തോന്നുന്നത് എക്സ്പീരിയൻസ് വൈസ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ വീട്ടിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിനുവേണ്ടി മെനക്കെട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാണാം. പിന്നെ സൗണ്ട് വൈസ് ആണെങ്കിലും സ്ക്രീൻ വൈസ് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഓക്കെയാണ്. ശരിക്കും സിനിമ തിയേറ്ററിൽ കാണാൻ അതേ ഒരു ഫീൽ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ക്രൗഡ് കിട്ടുന്നില്ല എന്ന് മാത്രം. റിലീസ് ഡേറ്റിൽ വന്ന ക്രൗഡ് നമുക്ക് കിട്ടില്ല. അത് വെച്ചിട്ട് ബാക്കിയെല്ലാം സ്മൂത്താണ്. എല്ലാം നമുക്കിവിടെ കംഫർട്ടബിൾ ആണ്, അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതുപോലെ തിയേറ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ എന്തെങ്കിലും പറയാൻ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം വീട്ടിലുണ്ടെങ്കിൽ ചെയ്യണം എന്ന് തന്നെ പറയുള്ളൂ. കാരണം
എക്സ്പീരിയൻസ്. നമ്മൾ വീട്ടിൽ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ കാണാൻ സിനിമ OTT ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ OTT കുറേ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടല്ലോ, അതിൽ പുതിയ പുതിയ സിനിമകളൊക്കെ വരുമ്പോൾ സുഖമായിട്ട് കാണാൻ പറ്റും. നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ ടൈമിൽ ഇരുന്ന് കാണാൻ പറ്റും. മറ്റേ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അതിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കറക്റ്റ് ടൈമിന് നമ്മളെത്തി, അത് നമുക്ക് എപ്പോഴും അങ്ങനെ പറ്റിയൊന്നുമില്ല. അത് എല്ലാവരുടെ ടൈമിങ് ഒത്തുതന്നില്ല. ഇത് നമുക്ക് സുഖമായിട്ട് രാത്രിയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇരുന്ന് കാണാം നമ്മുടെ ഇഷ്ടത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ തിയേറ്റർ വീട്ടിലുണ്ടാവുന്നത് ഫിറ്റാണെങ്കിൽ ഒരെണ്ണം ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ BM ഹോം സിനിമാസായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്. BMലേക്ക് നമ്മൾ എത്തിയെന്ന് പറയുന്നത് നമ്മളൊരു ഇതേപോലെ റെഫറൻസ് കിട്ടിയിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 വേറെയും തിയേറ്ററിൻ്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ക്ലിയറായി പറഞ്ഞു തരാനും, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നിട്ട് നമുക്കത് ഇങ്ങനെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്ത് തന്നുള്ള ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഞാൻ BM സിനിമാസായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ പ്രൈസ് വൈസ് ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ ഒതുക്കി നമുക്ക് കറക്റ്റ് ചെയ്തു തരാൻ BM സിനിമാസിന് പറ്റി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളതായിട്ട് മുന്നോട്ട് പോയി. പിന്നെ തുടർന്നാണെങ്കിലും പറഞ്ഞ ടൈമിന് ചെയ്തു തരാനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം കറക്റ്റ് ടൈമിന് അത് ചെയ്യാൻ തരാൻ പറ്റി. നമുക്ക് നല്ലൊരു റിസൾട്ട് കറക്റ്റ് കിട്ടി. ഓക്കെയാണ് അപ്പോൾ കാരണം. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ തിയേറ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മളിപ്പോൾ ഈ വീഡിയോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡിസംബറിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഡിസംബർ ഫസ്റ്റ് വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 months കഴിഞ്ഞു, 7 months ആയി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മീഷൻ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 months കൂടുതലായി. നമുക്ക് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ മക്കൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും തൊട്ട് എന്തെങ്കിലും വല്ല എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തന്നെ അവർ വിളിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് തന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും പറ്റിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തരും. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ വിളിച്ചാൽ അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത്. ഇത് സർവീസാണ് എപ്പോഴും പ്രധാനം. ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവില്ല. എപ്പോൾ വിളിച്ചാലും പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യും. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതും. കാരണം നമ്മളിവിടെ നാട്ടിലില്ലാതെ വരണം. അപ്പോൾ ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരാൾ വരണം, അത്രയുള്ളൂ. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. അതിൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മുടെ തിയേറ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം പറയാനുണ്ടോ? തിയേറ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ള വീട്ടിൽ ചെയ്യും. നമ്മൾ വീട് പണിയുമ്പോൾ അതിൽ ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, സ്പേസ് ഉണ്ടെങ്കിൽ, അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. കാരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ റിലാക്സ് ചെയ്ത് സിനിമ കാണാം. വീട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് സിനിമ കാണാം. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നടക്കുന്ന പന്തുകളികൾ, ഫുട്ബോളൊക്കെ കഴിയുമ്പോൾ അതൊക്കെ ലൈവ് കാണുക എന്നുള്ളത് ഭയങ്കര സംഭവം. IPL കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ കോപ്പ കഴിഞ്ഞു, അതുപോലെ ഇത് കഴിഞ്ഞു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല തിയേറ്റർ എഫക്റ്റിലിരുന്ന് മറ്റേ സ്റ്റേഡിയം എഫക്റ്റിലിരുന്ന് കാണാം. നല്ല രസമാണ്. ഇടയ്ക്ക് ബാറും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ബാർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ വേണമെങ്കിൽ പതുക്കെ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ച് ഇങ്ങനെ മൈമില് കംഫർട്ടബിൾ ആയിട്ട് കാണാം. ഇതൊന്നും നമ്മുടെ തിയേറ്ററിൽ പോയി പറ്റില്ല. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കെല്ലാം അടിപൊളിയാണ്. ആ ഒരു സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു. നമുക്ക് ശരിക്കും പറഞ്ഞ് ഇങ്ങനെ ഒരു തിയേറ്റർ ചെയ്യാൻ അവസരം തന്നതിനും നമുക്ക് ഇത്ര നല്ല നമ്മുടെ റിവ്യൂ തന്നതിനും അപ്പോൾ എല്ലാവർക്കും എനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് താങ്ക്സ് ടു ഓക്കെ. ടീമും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ പറയണം, അത് പറയാൻ വിട്ടുപോയി. നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ടീമും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അവരെല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് താങ്ക്സ്. അടിപൊളി. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈ തിയേറ്റർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു തിയേറ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പറയാറുണ്ട്, ബഡ്ജറ്റ് നമുക്കൊരു വിഷയമല്ല, ഏത് ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുക, സംശയങ്ങൾക്കും അതേപോലെ തിയേറ്റർ ചെയ്യാനും താല്പര്യമുള്ള ധൈര്യമായിട്ട് വിളിക്കാം. അപ്പോൾ മറ്റൊരു കിടിലൻ തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നവരേക്കും സൈനിങ് ഓഫ്. ബൈ.